ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെയിം ജനി. എമ്പുരാൻ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല. നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്ന 4 കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഒന്ന് ജതിൻ രാംദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ടൊവിനോയുടെ ക്യാരക്ടർ ആയിരിക്കും. 2 നമ്മുടെ സയ്യദ് മസൂദ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ ആയിരിക്കും. 3 ഓഫ് കോഴ്സ് എന്തായാലും അത് ലാലേട്ടന്റെ ക്യാരക്ടർ ആയിരിക്കും. എബ്രാഹിം ഖുറേഷിയോ സ്റ്റീഫനോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഏത് രീതിയിൽ പ്രസന്റ് ചെയ്ത് നമുക്ക് അറിയില്ല. 4മതൊരു കഥാപാത്രം ഉണ്ടാവും. അത് ആരാണെന്നാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ആ സർപ്രൈസ് ഇവരങ്ങോട്ട് പൊട്ടിച്ചിരിക്കുകയാണെന്ന്. അതിന് മുമ്പ് ആദ്യം തന്നിട്ടുള്ളത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ജതിൻ രാംദാസ് ഈ ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. സൂപ്പർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല രാജകീയമായ ഇരുത്തം. ഈ പറഞ്ഞ പോലെ PK രാംദാസിന്റെ മകനാണ് എന്നുള്ളതും മുഖ്യമന്ത്രിയായി എന്നുള്ളതും അതിന്റെയൊക്കെ ഒരു ഗെറ്റപ്പും സംഭവം അതിലുണ്ട്. ആൻഡ് പൃഥ്വി പറഞ്ഞു കൊടുത്തു, ഞാൻ അതുപോലെ ഇരുന്നാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഇതല്ല കേട്ടോ, പൊതുവെ എല്ലാത്തിനെ കുറിച്ചും. അപ്പൊ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നു. കയ്യിൽ എന്തോ ഒരു പുസ്തകമൊക്കെ ഉണ്ട്, കറക്റ്റ് മനസ്സിലാവുന്നില്ല ഏതാണെന്ന്. എന്തായാലും ഒരു കിടിലൻ നല്ലൊരു ഗത്തിരുത്തം, അങ്ങനെ വേണം പറയാൻ. നൈസാണ്. വെള്ളയാണ് ഇട്ടിരിക്കുന്നത്. ശരിക്കും ഒരു CM അത്ര തന്നെ, അതല്ലാണ്ട് വേറെ ഒന്നും അതിൽ പറയാനില്ല. ആൻഡ് ഈ ക്യാരക്ടറിനെ കുറിച്ചും കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടനുമായിട്ട് എന്താ പറയാ, കോമ്പിനേഷൻ സീൻസ് ഉണ്ട്, കഴിഞ്ഞ സിനിമയിൽ ഇല്ലായിരുന്നു. ഇത് ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നല്ല സീനാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഇനി ഈ പറഞ്ഞ പോലെ അവരെ ആ സർപ്രൈസ് ആയിട്ട് പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ, ആ 4മത്തെ അല്ലെങ്കിൽ ഈ 3 ഒരു കഥാപാത്രം ആരാണെന്നുള്ളത് റിക്യൂ എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷെ അല്ല. വേറെയും കുറെ പേരുകൾ കേട്ടിരുന്നു, അല്ല. ആൻഡ് തന്നിരിക്കുന്നത് നമ്മുടെ അഭിമന്യു സിംഗ് ആസ് ബൽരാജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഭിമന്യു സിംഗ് വില്ലൻ, പക്കാ വില്ലൻ. ഇത് കണ്ടാൽ തന്നെ അറിയാം, പക്ക നമ്മൾ ഈ ഒരു തെലുഗു അല്ലെങ്കിൽ കന്നഡ സിനിമയെ കാണുകയാണെങ്കിൽ അതിലുള്ള വില്ലന്റെ അതേ രീതിയിൽ പുള്ളിക്കാരൻ മുമ്പ് ചെയ്തിട്ടുള്ള പല കഥാപാത്രങ്ങളും പോലെ തന്നെ ഈ ക്യാരക്ടർ അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. ചെക്കൻ വരെ അവിടെ ചിരിക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട്. ശരിയാണല്ലോ പപ്പാന്ന്, അബ്ബാന്ന്. ഓക്കെ, അപ്പോ ഈ സാധനം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു തീയൊക്കെ ഇട്ടിട്ട് എനിക്ക് പെട്ടെന്ന് കാണുന്ന സമയത്ത് നമ്മളെ പേട്ട സിനിമയിൽ, പേട്ട തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം, രജനീകാന്തിന്റെ. ആ സിനിമയിൽ രജനീകാന്ത് ഇതുപോലെ ഇങ്ങനെ കഥ പേട്ട തന്നെയാണോ ആണെന്ന് തോന്നുന്നത്. എന്താ ആണ്, ആ ഹോസ്റ്റലിന്റെ മുമ്പിൽ ഇതുപോലെ തീയൊക്കെ ഇട്ട് പുള്ളി ഇതുപോലെ കസേരയിൽ ഇങ്ങനെ ഒരു സാധനം പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു സാധനം ഉണ്ട്. അപ്പൊ അതുപോലത്തെ ഒരു ഇരുത്തം പോലെ തോന്നി. ബട്ട് ഓക്കെ, വില്ലൻ, വേറെ ഒന്നുമില്ല. അപ്പൊ ഈ ഒരു സാധനമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇനി വരാനുള്ള 2 കഥാപാത്രങ്ങൾ പൃഥ്വിരാജ് ആൻഡ് ലാലേട്ടൻ. അപ്പോ ഒരു കാര്യം ഉറപ്പാണ്, ഇതിലെ മെയിൻ ക്യാരക്ടർ ജെറോം ഫ്ലിൻ ആണ് എന്ന് പല ആളുകളും പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ 36 കഥാപാത്രങ്ങളിൽ ഒരു പക്ഷെ ഇനി ലാലേട്ടനെയും പൃഥ്വിരാജിനെയും കാണിക്കാതെ 2 കഥാപാത്രങ്ങൾ, ഒരു റിക്യൂൻ പോലത്തെ ഒരു കഥാപാത്രം ഒന്ന് ഹൈഡ് ചെയ്തും കാണിക്കുമായിരിക്കാം. ഇല്ലെങ്കിൽ പൃഥ്വിനെയും ലാലേട്ടനെയും കാണിച്ച് അതല്ലാതെ ഒരു സർപ്രൈസ് ക്യാരക്ടർ അതിലുണ്ടാവും. അത് ഹൈഡ് ചെയ്ത് വെക്കും. അത് അവർ പറയില്ല. കാരണം പൃഥ്വി അത്ര പൊട്ടനാണോ? കാണിക്കാൻ മാത്രം പൊട്ടനാണോ? ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എമ്പുരാൻ ടീം അങ്ങനെയാണോ? മുരളിഗോപി അങ്ങനെയാണോ? എന്തിന് ലാലേട്ടൻ സമ്മതിക്കുമോ? അപ്പൊ ഇവര് മൊത്തത്തിൽ ഉള്ള ഒരു എമ്പുരാൻ എന്ന് പറയുന്ന ഈ എമ്പുരാൻ ടീം മണ്ടന്മാരൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ അത്ര ഒരു ഗംഭീരമായിട്ടുള്ള, ഈ പറഞ്ഞ പോലെ ഡ്രാഗന്റെ ചിഹ്നമൊക്കെ ബേക്ക് കൊടുത്തൊരു ബാക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരാളുടെ സാധനമൊക്കെ തന്നിട്ട് അയാളെ എന്നാ പിടിച്ചോ, ഇയാളാണ് അയാൾ എന്ന് പറഞ്ഞ് തരാൻ മാത്രം പൊട്ടന്മാരല്ല. സോ അവര് ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ 2 കഥാപാത്രങ്ങൾ, ഒന്ന് റിക്യൂൻ പോലത്തെ ഏതെങ്കിലും ഒരാൾ, റിക്യൂൻ അല്ലെങ്കിൽ വേറൊരാൾ, പിന്നെ ഒരു ഹൈഡ് ചെയ്ത ഒരാളും കൂടെയും കാണിച്ചിട്ട് നിർത്തും. ലാലേട്ടനെയും പൃഥ്വിരാജിനെയും പിന്നെ അവർ കാണിക്കാതെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് പിന്നീട് കാണിക്കുമായിരിക്കും. ഇല്ലെങ്കിൽ 36 കഥാപാത്രങ്ങൾക്ക് ശേഷം ഇതുപോലൊരു ചെറിയൊരു അനൗൺസ് മാത്രം ചെയ്ത് നിർത്തും. ഇല്ലെങ്കിൽ ഒന്നും പറയില്ല, തിയേറ്ററിൽ പോവുക, കാണാം. അങ്ങനെ ആവാൻ എന്തായാലും നാളെ കട്ട വെയിറ്റിംഗ് ആണ് ആരൊക്കെയാണ് ഒരു തരിക എന്നുള്ളത്. സോ നാളെ ആവട്ടെ, നമുക്ക് നോക്കാം. പിന്നെ കുറെ ആളുകൾ പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ, നിങ്ങൾ പല ആളുകളും പറഞ്ഞു കേട്ടില്ല, സയ്യിദ് മസൂദിന്റെ ടീമിനെയാണ് മുഴുവനായിട്ട് കാണിച്ചിട്ടുള്ളത്. സോ ഇതിൽ മുഴുവൻ അദ്ദേഹമാണ്, ഇത് വന്ന് പൃഥ്വിയാണ് അതിലെ നായകൻ എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരിക്കലും അല്ല. പക്ഷെ സയ്യിദ് മസൂദുമായിട്ടുള്ള കണക്ഷൻസ് ഒരുപാട് ഉണ്ടാവും, അത് ഉറപ്പല്ലേ. പൃഥ്വിരാജ് ഇപ്പൊ ലൂസിഫറിൽ ജസ്റ്റ് സഹായിക്കാൻ വന്ന് ബൈജാൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഡയലോഗും പറഞ്ഞു പോയി എന്നല്ലാതെ അയാൾ എങ്ങനെ സ്റ്റീഫന്റെ അടുത്തെത്തി, അല്ലെങ്കിൽ അബ്രഹാം ഖുറേഷിയുടെ അടുത്തെത്തി, അവർ തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ഇത്രമാത്രം ചെയ്യും, ഒറ്റ ഫോൺ കോളിൽ വന്ന് നിരത്തി പോകാനും ഇങ്ങനെ ചെയ്യുന്ന മാത്രം എന്താണ് അവർ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ പറയണമെങ്കിൽ അവരുടെ ഫാമിലി, അവർക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ യുദ്ധത്തിൽ വന്ന് ആ ഫാമിലി ഒരു പക്ഷെ നഷ്ടപ്പെട്ടേക്കാം. അതിൽ നിന്ന് സഹായമായത് വന്നത് സ്റ്റീഫന്റെ കരങ്ങളാവാം, അതിന്റെ സ്നേഹം ഉണ്ടാവാം, നന്ദി ഉണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റീഫന് വേറെ എന്തെങ്കിലും കണക്ഷൻ ഇവിടെ ഉണ്ടാവും, ഒന്നും നമുക്ക് അറിയില്ല. ഇതൊക്കെ പറയണ്ടേ? അപ്പൊ പിന്നെ ആ കഥാപാത്രത്തിന്റെ ഒരു വലുപ്പം എത്രമാത്രം കാണിച്ചാൽ തന്നെ പറയാൻ പറ്റുള്ളൂ ഈ സ്റ്റീഫന്റെ വലങ്കൈ ആയത് എന്തുകൊണ്ടാണ്. വലങ്കൈയാണ്, അത് എന്തുകൊണ്ട് അങ്ങനെ ആയി, അതിന് മാത്രം വലുപ്പാക്കി ക്യാരക്ടർ വേണം. അപ്പൊ അത് സെക്കൻഡിൽ പറയുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആൻഡ് തേർഡ് ഒരു വലിയ പരിപാടി ആകാനാണ് സാധ്യത. എന്തായാലും സെക്കൻഡ് അല്ലെങ്കിൽ എമ്പുരാൻ ഇറങ്ങട്ടെ, എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ പോയാൽ മതി. എന്തായാലും നാളത്തെ കാസ്റ്റ് റിവീലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു.
നിങ്ങൾ എത്ര പേര് ഇതുപോലെ കട്ട വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരൊക്കെ ആയിരിക്കും എന്നുള്ള എന്തെങ്കിലും ഗസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്ത വീഡിയോ കാണാം. Bye bye.